സാൻഡോ കാത്തലിക് പ്രയർ വികസിപ്പിച്ചെടുക്കപ്പെട്ടിരിക്കുന്നത് മാറുന്ന ലോകത്തിൽ മാറാത്ത വിശ്വാസം ഇന്നത്തെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ലോകത്തിന് പങ്കുവയ്ക്കുക എന്ന ശ്രമകരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതില് കത്തോലിക്ക വിശ്വാസ പ്രകാരമുള്ള വിവിധ പ്രാർത്ഥനകളും വിശ്വാസ സത്യങ്ങളും 10 ഭാഷകളിൽ നിലവിൽ ഇത് ലഭ്യമാക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് മറ്റു ഭാഷകളിലേക്ക് കൂടെ ഇത് വ്യാപിപ്പിക്കുവാനും ലോകം മുഴുവനിലും ഈ സന്ദേശം എത്തിക്കുവാനുമാണ് ഇതിന്റെ പ്രവർത്തകർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംരംഭത്തിന് കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെയും പ്രത്യേകിച്ചും കേരളത്തിലെ അഭിമന്യ ലത്തീൻ കത്തോലിക്ക പിതാക്കന്മാരുടെയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു, പ്രാർത്ഥനകൾ അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രാർത്ഥനയും ഈ ഒരു സംരംഭത്തിന്റെ വിജയത്തിനായിട്ട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കർത്താവിന്റെ ഈ ദിവസം നമ്മളിന്ന് വിശുദ്ധ ബെർണാഡിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ബെർണാഡ് നമുക്കറിയാം എത്രയും നല്ല മാതാവിന്റെ ജപം എഴുതിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ ബെർണാഡ്. മാതാവിന് പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥ്യവും മാതാവിനുള്ള പ്രത്യേകമായ ഭക്തിയും ജീവിതത്തിൽ ആഘോഷമാക്കിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ ബെർണാഡ്. ഈ വിശുദ്ധന്റെ വലിയ പ്രാർത്ഥന, ഇത്രയും നല്ല മാതാവ് എന്നുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം ക്രൈസ്തവ മക്കളിലെ ഓരോ കുഞ്ഞുമക്കളിലും അവരുടെ ശിലകളിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. നമുക്ക് ഈ വിശുദ്ധനെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അമ്മയോടുള്ള ഭക്തിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം. കർത്താവേ, അതിനുള്ള കൃപയും അതിനുള്ള അനുഗ്രഹവും പാപികളും ബലഹീനമായ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് ഈ ബലിയർപ്പണം വഴി നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പേരുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അജയ് ജോസഫ്, ആനി രാജൻ, ലിലി തോമസ്, മിനി ഫ്രാൻസിസ്, ബിമല ജെയിംസ്, ജെസ്സി വിൻസെന്റ്, ജോയ് ജോസഫ്, ജിസ്മി റോയ്. ഈ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം.
അവരുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം സാധ്യമാക്കി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തമ്പുരാനോട് അപേക്ഷിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ കുറ്റങ്ങളും കുറവുകളും കർത്താവിനോട് ഏറ്റുപറയാം. വന്നുപോയ വീഴ്ചകളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരുതെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദര്യ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യക പരിസമറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിസ്തരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഭവനത്തോളം ദീക്ഷയാൽ കത്തിയേരിയുന്ന ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ബർനാർഡിനെ അങ്ങേ സഭയിൽ ഒരേ സമയം പ്രകാശിക്കുന്നവനും ജ്വലിക്കുന്നവനുമായി അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്താൽ അതേ ചൈതന്യത്താൽ ദീക്ഷതയുള്ളവരായി പ്രകാശത്തിന്റെ മക്കളായി എന്നും ജനിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ ഉത്തരനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. നീ മനുഷ്യനത്രേ, ദൈവമല്ലാതിരിക്കെ നീ നിന്റെ ഹൃദയത്തെ ദൈവഹൃദയത്തിന് തുല്യം വിലമതിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരത്തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്. സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെപ്പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേൽ അയക്കും. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുൻപിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിച്ഛേദിതനെ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. അവരെ ഞാൻ ചിതറിച്ചു കളയും. ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കും എന്ന് ഞാൻ പറയുമായിരുന്നു. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു, കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ആലോചനയില്ലാത്തൊരു ജനമാണവർ, വിവേകവും അവർക്കില്ല. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. ഇസ്രയേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവെടിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ 1000 പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു? 10,000 തുരത്താൻ 2 പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു? മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. അവരുടെ വിനാശകാലം ആസന്നമായി. അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു. കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും, തന്റെ ദാസരോട് കരുണ കാണിക്കും. മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. അലലൂയ, അലലൂയ. കർത്താവേ, അങ്ങേ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അലലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയമധുരങ്ങളെയും സംശുദ്ധമാക്കിയള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. കർത്താവിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്.
വീണ്ടും ഞാൻ നിങ്ങളോട് പറയും, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന് സിംഹാസനത്തിൽ ഉപേക്ഷിതനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിരിക്കും. എൻ്റെ നാമത്തിൽ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസവും മുഴുവൻ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വാക്കിലെ പ്രവൃത്തിയിൽ നിസ്സരനായ അങ്ങേ സഭയിൽ ഏകീഭാവം നിലനിൽക്കാനായി തീക്ഷ്ണതയോടെ പ്രയത്നിച്ച സർവ്വശ്രേഷ്ഠനായ വിശുദ്ധ ബെർണാർഡിനെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ കൂദാശ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ സ്വർഗരാജ്യത്തിൽ തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിസ്തരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്ന സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതി ആദ്യോത്ഭവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തെ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിസ്തരോടും സകലമലാഹമാരുടെ ചേർന്ന് അങ്ങയെ ആസ്വദിച്ചുകൊണ്ട് അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. അനുഗ്രഹീതൻ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകടം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊറ്റി കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം. നൽകിയ മാതാപിതാക്കളെ ഓർത്ത് നന്ദി അർപ്പിക്കുക. മക്കളെ ഓർത്തുകൊണ്ട് നന്ദി പറയുക. അപകടങ്ങളിൽ രക്ഷിച്ചതിന് നന്ദി പറയുക. അതുപോലെ വൈശാചികമായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിയതിനെ ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുക. അതോടൊപ്പം നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് അൾത്താരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജയ് ജോസഫ്, ആനി രാജൻ, ലില്ലി തോമസ്, മിനി ഫ്രാൻസിസ്, വിമല ജെയിംസ്, ജെസി വിൻസെന്റ്, ജോയ് ജോസഫ്, ജിസ്മി, റോയി, ഈ മക്കളെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ നിരവധിയായിട്ടുള്ള ദുഃഖങ്ങളും വിഷമതകളും എല്ലാം മാറിപ്പോകാനായിട്ട് നമുക്ക് യാചിക്കാം. പരിശുദ്ധ ബലി യൂട്യൂബിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെനിനെയും ക്രിസ്റ്റിയെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവെ ശുശ്രൂഷ ചെയ്യുന്ന അൾത്താര ബാലകരായ നമ്മുടെ അലൻ മോനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മകൻ്റെ പഠനങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് ഉയരുവാനും അവിടെ കൃപ നൽകണമേ തമ്പുരാനോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരും പോലുമില്ലാതെ വിഷമിക്കുകയും രോഗബാധിതരായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിനടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലെത്തതിലും അങ്ങ് ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിച്ച് നിർത്താവേ. ലോകമും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ മിത്രാന്മാരോടും വൈദികഗണത്തോടും ഒത്തു സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ എന്തിനുകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവമാതാവായ പരിസകനികാപുരത്തോടും ആ കനികയുടെ ഭർത്താവായ ഭഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടുമൊത്ത് ജീവൽ പങ്കുചേരാൻ അർഹരാക്കുകയും പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധരായും ദിവോദേശരൂപൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിപ്പിക്കുന്നതിന് ഞങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയുള്ള രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായിച്ച് പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിൽക്കാൻ തരുന്ന അങ്ങേ അപ്പോസ്തലൻ മരളിച്ചത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസങ്ങൾ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും നിങ്ങൾ കൂടെ. പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സമ്മിശ്രണം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഏത് കുഞ്ഞാണ്ട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് ചെയ്ത പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, വിശുദ്ധ ബെർണാഡിൻ്റെ ആഘോഷത്തിൽ ഞങ്ങൾ സ്വീകരിച്ച ഭോജനം ഞങ്ങൾ അതിൻ്റെ ഫലമുളവാക്കണമേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ ശ്രദ്ധരായും പ്രബോധനങ്ങളാൽ ബോധിതരായും അങ്ങേ അവതീർണമായ വചനത്തോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ ആകർഷിക്കപ്പെടുമാറാകട്ടെ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, ഔസേ പിതാവേ, സെബസ്ത്യാനോസേ, സഹോദരേസ്യായേ, സകല വിശുദ്ധരേ, സകല മലാഖമാരേ, മാതാവേ നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. പാപിയാം ഞാനെൻ്റെ പാപഭാരവുമാ പാദസംഗീതം തേടിയണയുന്നു നീ അനുഗ്രഹിക്കാം. മേരി മാതാവേ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. മേരി മാതാവേ നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ന്യൂ ഇവാഞ്ചലൈസേഷൻ അഥവാ നവ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ നവസുവിശേഷവൽക്കരണത്തിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ സങ്കല്പങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷനാണ് സാന്റോ. ഈ സാന്റോ ആപ്ലിക്കേഷൻ ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ രൂപത്തിൽ നൽകുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അനുദിന ദിവ്യബലിയർപ്പണം, അനുദിന വായനകൾ, അനുദിന പ്രാർത്ഥനകൾ, നിത്യേനയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന, ബൈബിൾ അതിൻ്റെ ഓഡിയോ ഫോർമാറ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും എല്ലാം വിശ്വാസവുമായിട്ട് നമ്മൾ തേടുന്നതെല്ലാം ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ആപ്ലിക്കേഷനെ ഒരു കംപ്ലീറ്റ് കാത്തലിക് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ കഴിയപ്പെടുന്ന എല്ലാം ഇതിലുണ്ട്.